dear children, welcome to Kids Area Online. Unit 1, Hong Hong, Toot Toot. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ പാഠമാണ്, ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചു തുടങ്ങിയല്ലേ? നമുക്കിന്ന് വായിക്കാൻ പഠിക്കാം, പാഠപുസ്തകം വായിക്കാൻ പഠിക്കാം. എല്ലാവരും റെഡിയാണോ? വായിക്കാൻ പഠിക്കാൻ റെഡിയാണോ? യെസ്. ഓക്കെ. അപ്പോൾ ഈ ഒന്നാമത്തെ യൂണിറ്റിൽ രണ്ട് വാഹനങ്ങളുണ്ട്, ടു വെഹിക്കിൾസ്. ഏതൊക്കെയാ? ബസ്, കാർ. ഇതേത് വെഹിക്കിളാണ്? ബസ്സാണ്. ഇതേത് വെഹിക്കിളാണ്? കാർ. ബസ്സും കാറും ഏത് വഴിയാ പോകുന്നേ? ഏത് വഴിയാ പോവാ? റോഡിൽ കൂടി. ഏത് വഴിയാ? റോഡ്. റോഡിൽ കൂടിയാണ് ബസ്സും കാറും ഒക്കെ പോകുന്നേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന യൂണിറ്റിൽ രണ്ട് വാഹനങ്ങളുണ്ട്. ഏതൊക്കെയാ? ബസ്, കാർ. ബസ്സും കാറും ഏതൊഴിയാ പോകുന്നേ? റോഡിൽ കൂടിയാ പോകുന്നേ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇനി നമുക്ക് വായിക്കാൻ പഠിക്കാം കേട്ടോ. ആദ്യം നിങ്ങൾക്ക് വായിക്കാനുള്ളത് ബസ്സിനെ കുറിച്ചാണ്. ഈ ചിത്രത്തിൽ നോക്കിയേ, ഈ ചിത്രം നോക്കിയേ. ഈ ചിത്രത്തിൽ എന്താ ഉള്ളത്? ബസ്സാണുള്ളത്. ബസ്സിനൊരു നിറം ഉണ്ടല്ലോ, കളർ ഉണ്ടല്ലോ. ഏതാണ് ആ കളർ? ഇത് ഏത് കളറാണ്? ബ്ലൂ. ബ്ലൂ. ഏതാണ് കളർ? ബ്ലൂ. നീല നിറം, ബ്ലൂ. ഓക്കെ, ഇതൊരു ബസ്സാണ്. ബസ്സിന്റെ കളർ ബ്ലൂ. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി വായിക്കാൻ പറഞ്ഞു തരട്ടെ. ഇവിടെ ബസ് എന്നതിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന വാക്കാണ് BUS. BUS എന്ന് പറഞ്ഞാൽ എന്താ? ബസ്. നിങ്ങൾ കണ്ടായിരുന്നോ? ബസ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടായിരുന്നോ? കണ്ടോ? ഇതാണ് ബസ്. ബസ്സിനിവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ഏതാണ്? BUS. അപ്പൊ BUS കാണുന്നിടത്തെല്ലാം നിങ്ങൾ എന്ത് വായിക്കണം? ബസ് എന്ന് വായിക്കണം. ഈ ബസ്സിനെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. BUS എന്താ? ബസ്. ബസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബസ് എന്ന വേർഡ് എവിടെയൊക്കെയുണ്ട്? ഇത് ബസ്, BUS ബസ്. ഇവിടെയും ഉണ്ട് BUS ബസ്. ഇവിടെയും ഉണ്ട് BUS ബസ്. അപ്പൊ BUS എന്ന് കാണുന്നിടത്തെല്ലാം നിങ്ങൾ എങ്ങനെ വായിക്കണം? ബസ് എന്ന് വായിക്കണം. ഈ ബസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബസ്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഓക്കെ, BUS ബസ്. ബസ്, ബസ്. കണ്ടായിരുന്നോ? ബസ്, ബസ്, ബസ്. ഒരു വാക്ക് വായിക്കാൻ പഠിച്ചില്ലേ? യെസ്. രണ്ടാമത്തേത് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു എല്ലാം ബ്ലാക്ക് കളറിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒന്ന് മാത്രം മറ്റൊരു കളറിൽ എഴുതിയിരിക്കുന്നു. എന്താണ്? ബ്ലൂ കളറിൽ എഴുതിയിരിക്കുവാണല്ലേ? ഏത് നിറത്തിലാണ് എഴുതിയിരിക്കുന്നത്? ബ്ലൂ. അതെന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാവോ? BLUE, ബ്ലൂ. ബസ്സിന്റെ നിറം കേട്ടോ എഴുതിയിരിക്കുന്നേ. ബസ്സിന്റെ കളറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നേ. BLUE, ബ്ലൂ. BLUE, ബ്ലൂ. BLUE, ബ്ലൂ. അപ്പൊ നമ്മൾ വീണ്ടും ഒരു വാക്ക് കൂടി പഠിച്ചു. ബ്ലൂ എന്ന വേർഡ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതെങ്ങനെയാ വായിക്കുക? ബസ്, ബസ്, ബസ്. BUS ബസ്. ഇനി ഇതെങ്ങനെയാ വായിക്കുക? BLUE. നിറമാണ്. ഏതാ നിറം? ആ ബ്ലൂ എന്ന് എഴുതിയിരിക്കുന്ന ബ്ലൂ നിറം. ബ്ലൂ. എന്താ എഴുതിയിരിക്കുന്നേ? ബ്ലൂ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു, തുടക്കത്തിലേ പറഞ്ഞു, രണ്ട് വെഹിക്കിളാണുള്ളത്. ബസ് ഉണ്ട്, കാർ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ആരാണ് ബിഗ്, ആരാണ് സ്മോൾ? ബസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഗ് ആണ്. ബസ് ബിഗ് ആണ്. ഇവിടെ നിങ്ങൾ കണ്ടോ? ബസ് ബിഗ് ആയതുകൊണ്ട് ബിഗ് ആണെന്ന് വലുതിൽ എഴുതിയിരിക്കുക. കണ്ടോ? BIG. BIG എന്ന് പറഞ്ഞാൽ വലുതായിട്ട് എഴുതിയിരിക്കുക. അതെന്താ എഴുതിയിരിക്കുന്നേ? ബിഗ് എന്ന് എഴുതിയിരിക്കുന്നേ. വലുതായിട്ട്, ബിഗിനെ വലുതായിട്ട് എഴുതിയിരിക്കുക. ബിഗ് ആയതുകൊണ്ട് ബിഗിനെ വലുതായിട്ട് എഴുതിയിരിക്കുന്നു. ബിഗ്. എന്താ ഇത് വായിക്കുക? ബിഗ്. കാരണം കാറും ഉണ്ട്, ബസ്സും ഉണ്ട്. അതിൽ ആരാണ് ബിഗ്? ബസ്സാണ് ബിഗ്. അതുകൊണ്ട് എന്താ എഴുതിയിരിക്കുന്നേ? ബിഗ് എന്ന് എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നേ? ബിഗ്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മൾ വീണ്ടും എത്ര വാക്കുകൾ പഠിച്ചു? ബസ് പഠിച്ചു. ബസ്, BUS ബസ്, BUS ബസ്,
BLUE blue, BIG big. ഓക്കെ, ഒരിക്കൽ കൂടി നമുക്ക് പറയാം. നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാ? BUS bus, BUS bus, BUS bus, BLUE blue, BIG big. ഓക്കെ, ക്ലിയർ? ക്ലിയർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബസ് ആണിത്, ബ്ലൂ ആണിത്, ബിഗ് ആണിത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ സൈഡ് വേർഡ്സാ. അത് ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് നല്ലതുപോലെ പഠിക്കണം. ഓക്കെ, അത് ഒരുപാട് സ്ഥലങ്ങളിൽ വരും. ഇവിടെ നോക്കിയേ, ഇത് ഏത് അക്ഷരാ? എ. വായിക്കാൻ അറിയാലോ? എ. ഇതേത് അക്ഷരാ? എ. പിന്നെ അ എന്നും വായിക്കും, എ എന്നും വായിക്കും. നിങ്ങൾക്ക് എളുപ്പത്തിൽ ടീച്ചർ ഇപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞു തരാണ്. ഓക്കെ, അ ബ്ലൂ ബസ് എന്നാണ് പറയാ. അ. ഓക്കെ, അ എന്ന് നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ എ എന്ന് വായിക്കാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അങ്ങനെ വായിച്ചോളൂ കേട്ടോ. തുടക്കമായതുകൊണ്ട് അങ്ങനെ വായിക്കാൻ അറിയാത്തത് കൊണ്ട് ടീച്ചർ നിങ്ങൾക്ക് വായിക്കാൻ ആദ്യമായിട്ട് പഠിക്കുവാണല്ലോ. അപ്പൊ നിങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എങ്ങനെയാണ് വായിച്ചോളൂ? എ എന്ന് തന്നെ വായിച്ചോളൂ. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുക? അ. ഓക്കെ, അ അ ബസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് എ എന്ന് പറയാം, ഇതും എ എന്ന് പറയാം. അപ്പോൾ എ എന്ന് പറയുന്ന ഏറ്റവും ചെറിയൊരു വേർഡാണ് കേട്ടോ, ഏറ്റവും ചെറിയൊരു വേർഡാ. അപ്പൊ നമ്മൾ വീണ്ടും ഏതൊക്കെ വാക്കുകൾ പഠിച്ചു? എ പഠിച്ചു, ബസ് പഠിച്ചു, ബ്ലൂ പഠിച്ചു, ബസ് പഠിച്ചു, ബസ് പഠിച്ചു, ബിഗ് പഠിച്ചു. ഓക്കെ, ക്ലിയർ? ക്ലിയർ. ഇനി നമുക്ക് അടുത്ത വാക്ക് ഏതാണെന്ന് അറിയാവോ? ഐയും എസും. IS ഇവിടെയുണ്ട്, IS ഇവിടെയുണ്ട്. IS നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഒക്കെ ഒരുപാട് വായിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണെന്ന് അറിയാവോ? ഈസ്. എന്താ? ഈസ്. ഈസ്. എങ്ങനെയാ വായിക്കുക? ഈസ്. എങ്ങനെയാ വായിക്കുക? ഈസ്. 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 ഓക്കെ, എളുപ്പമല്ലേ? ഈസി അല്ലേ? അപ്പൊ നിങ്ങൾ ഏതൊക്കെ വാക്ക് പഠിച്ചു? ഈസ്, എ ബസ്, എ ബ്ലൂ ബസ്, ബസ് ഈസ് ബിഗ്. ഓക്കെ, ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്ത വാക്ക് പഠിക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് TH ഉപയോഗിച്ചുള്ള രണ്ട് വാക്കുകൾ ഇവിടെ കാണുന്നുണ്ട്. കണ്ടോ? TH ഉപയോഗിച്ചുള്ള രണ്ട് വാക്ക്. TH ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, TH ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. TH ൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനം E ആണെങ്കിൽ ദ. എങ്ങനെ വായിക്കണം? ദി എന്ന് വായിക്കാം, ദ എന്ന് വായിക്കാം. ദ, ദ. എങ്ങനെയാ വായിക്കാം? ദ, ദ. ഇനി TH-ന്റെ കൂടെ നമ്മൾ പഠിച്ച ഈസ് ചേർത്താലോ? നമ്മൾ ഈസ് എന്ന് നീട്ടണ്ട. ദിസ്, ദിസ്, ദ, ദിസ്. THE ദ, THIS ദിസ്, THE ദ, THIS ദിസ്, THE ദ, THIS ദിസ്. ഓക്കെ, ക്ലിയർ? ടീച്ചറിനെ ഒത്തിരി തവണ വായിക്കും, വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. THIS ദിസ്, IS ഈസ്, BUS ബസ്, A ബ്ലൂ ബസ്, ദ ബസ് ഈസ് ബിഗ്. ഓക്കെ, THE ദ, THIS ദിസ്. ഒരിക്കൽ കൂടി വായിക്കാം. ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്, ദ ബസ് ഈസ് ബിഗ്. ക്ലിയർ? ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ചത് ഏതൊക്കെയാണ്? BUS ബസ്, BUS ബസ്, BUS ബസ്. അത് കഴിഞ്ഞ് എന്തായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ബ്ലൂ, BLUE, ബ്ലൂ കളറിൽ തന്നെയുള്ള ബ്ലൂ. ബിഗ് ആയിട്ടുള്ള, വലുതായിട്ടുള്ള ബിഗ്, BIG ബിഗ്, BLUE ബ്ലൂ.
BIG big. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കേണ്ടി വരുന്ന വാക്കുകളാണ് a, a അല്ലെങ്കിൽ a എന്ന് വായിക്കാം. എയുടെ സൗണ്ട് ആണ് a. ഓക്കെ, അല്ലെങ്കിൽ a എന്ന് വായിക്കാം, അല്ലെങ്കിൽ a എന്ന് വായിക്കാം. IS is, IS is. TH യുടെ E വന്നാൽ the, TH യുടെ IS വന്നാൽ this. ക്ലിയർ? ഇപ്പൊ നമ്മൾ പഠിച്ച വാക്കുകൾ ടീച്ചർ ഇവിടെ എഴുതാം. ഒന്നാമത് നമ്മൾ പഠിച്ച വാക്ക് a, വായിക്കാൻ അറിയാലോ. അടുത്ത നമ്മൾ പഠിച്ച വാക്ക് is, a is. THE the, THIS this, BUS bus, BLUE blue, BIG big. ഇത്രയും വാക്കുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇത്രയും വാക്കുകൾ ഒന്ന് നിങ്ങളൊന്ന് വായിച്ചേ. a, is, the, this, bus, blue, big. ഇനി വായിക്കാലോ. ഈസി അല്ലേ? ടീച്ചറിന്റെ കൂടെ എല്ലാരും വായിക്കണേ. This is a bus, a blue bus. The bus is big. ഇനി സ്പീഡിൽ വായിച്ചേ. This is a bus, a blue bus. The bus is big. This is a bus, a blue bus. The bus is big. Once more. This is a bus, a blue bus. The bus is big. Once more. This is a bus, a blue bus. The bus is big. This is a bus, a blue bus. The bus is big. ഈസി ആണല്ലോ? പഠിച്ചില്ലേ എല്ലാവരും? യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം അടുത്ത ടോപ്പിക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.